ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചിത്രയുടെ വിശേഷങ്ങളിലെ വിഷു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും 1000 ഹൃദയം നിറഞ്ഞ വിഷു ദിന ആശംസകൾ കേട്ടോ. അപ്പോൾ ഹാപ്പി വിഷു. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞാൻ എണീറ്റ്, അപ്പോൾ തലേന്ന് നമ്മൾ കണിയൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് അമ്മയാണ് കേട്ടോ വിളക്ക് കത്തിച്ചത് രാവിലെ എണീറ്റ്. അപ്പോൾ ഞാൻ കണിയൊക്കെ കണ്ടു. അപ്പം നല്ലൊരു ദിവസം ആകട്ടെ, ഈ വർഷം നല്ലൊരു വർഷവും ആകട്ടെ, ഐശ്വര്യപൂർണ്ണമായത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടോ, കുന്നിക്കുരുവിനകത്ത് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് ഉണ്ണിക്കണ്ണൻ. അപ്പോൾ മയിൽപ്പീലിയൊക്കെ ചൂടിക്കൊണ്ട് അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് ഞാനൊരു റീലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. റീലും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മക്കളുടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 7:30 ആകുമ്പോഴത്തേന് അമ്പലത്തിൽ പോകണം. അവിടെ നെയ്വിളക്കുണ്ട് കേട്ടോ. നമ്മൾ മേടിച്ചു കൊടുത്ത വിളക്കിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കണം. ഈ ഓരോ വിളക്കും ഓരോരുത്തരുടെയും സംഭാവനയാണ് കേട്ടോ അമ്പലത്തിലേക്ക്. ഒരാൾക്ക് എത്ര വിളക്ക് വേണമെങ്കിലും മേടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനും മേടിച്ചു കൊടുത്തായിരുന്നു ഒരു വിളക്ക്. അപ്പം ആ വിളക്ക് ഇന്ന് കത്തിക്കുന്ന ദിവസമാണ്. നെയ്യ് ഒഴിച്ച് നമ്മൾ അമ്പലത്തിൽ ഇന്നാണ് അത് എല്ലാവരും കൂടെ ഒരുമിച്ച് കത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ തിരക്കുമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പം ഇതിന് കോർഡിനേറ്റർമാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമുക്കൊരു ഗ്രൂപ്പുണ്ട് കേട്ടോ, ഒരു കൂട്ടായ്മയുണ്ട് ഈ അമ്പലത്തിൻ്റെ. അമ്പലത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഗ്രൂപ്പ് നമ്മളെ സഹായിക്കും. അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് അവിടെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ടൊരു ഗണപതി ഹോമം ഉണ്ടായിരുന്നു. ആ ഗണപതി ഹോമത്തിനൊക്കെ നമ്മൾ റെസിപ്റ്റ് എഴുതിച്ചിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോഴത്തേന് ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസാദം നമുക്ക് കിട്ടി. പിന്നെ അകത്തുനിന്ന് തിരുമേനി വന്ന് നമുക്ക് നെയ്വിളക്ക് കത്തിച്ച് തന്നു കേട്ടോ. കത്തിച്ച് തന്നതിന് ശേഷം നമ്മൾ അപ്പോഴത്തേക്ക് സമയം ഒരു 7:45 8 മണി അടുപ്പിച്ചാകാറായിരുന്നു. പിന്നെ അതിന് ശേഷം 3 തവണ നമ്മൾ അമ്പലത്തിന് ചുറ്റും വലം വെച്ചതിന് ശേഷമാണ് നമ്മൾ നെയ്വിളക്ക് കൊണ്ടുവന്ന് ദേവിയുടെ മുന്നിൽ വെച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെയ്വിളക്ക് രാവിലത്തെ ഏറ്റവും വലിയ വിശേഷം. വിഷു ദിവസത്തെ ഏറ്റവും വലിയൊരു വിശേഷമായിട്ട് കണ്ടതായിരുന്നു. നമ്മൾ മേടിച്ചു കൊടുത്ത വിളക്ക് കത്തിച്ച് പിന്നെ എന്താണ് ദേവിക്ക് സമർപ്പിക്കുക. അങ്ങനെ കുറേ പേര് വന്നായിരുന്നു കേട്ടോ. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല ഈ ഒരു സന്തോഷ നിമിഷത്തിൽ. വിഷു ദിവസമല്ലേ, എല്ലാവർക്കും നല്ല തിരക്കൊക്കെ കാണും. അങ്ങനെ ഓരോരുത്തർ ആ സമയത്ത് വന്നില്ലെങ്കിലും പിന്നീടൊരു 10 മണിക്കകത്ത് വെച്ച് എല്ലാവരും എത്തിച്ചേർന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വർഷത്തെ വിഷു സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. അമ്പലത്തിലേക്ക് ഇങ്ങനൊരു നല്ലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും. എൻ്റെ ചാനലായ തുമ്പീസ് വ്ലോഗ്സിലെ വീഡിയോസിലെല്ലാം കാണാൻ നിങ്ങൾക്ക് 2 ക്ഷേത്രങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ട്. 2 അല്ല 3 ക്ഷേത്രങ്ങളുണ്ട്. ഒരു കുഞ്ഞു മുരുകനും ഉണ്ട്, പിന്നെ മുരുകൻ്റെ ഒരു വലിയൊരു ക്ഷേത്രവും ഉണ്ട്, അതേപോലെ ദേവീ ക്ഷേത്രവും ഉണ്ട്, ഈ കാണിക്കുന്ന ക്ഷേത്രമുണ്ട്. അപ്പം ഞാനിനി മുരുകൻ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ദേവീ ക്ഷേത്രത്തിലെ തൊഴുതു കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കിനി മുരുകൻ ക്ഷേത്രത്തിലോട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കൂടെ അന്നേരം നെയ്വിളക്ക് കത്തിക്കാത്ത ചേച്ചിമാരും എല്ലാവരും വന്ന് പിന്നീട് വന്ന് കത്തിച്ചു കേട്ടോ. അതാണ് ബാക്കിൽ കാണുന്നത്. അപ്പം ഞാൻ മുരുകൻ ക്ഷേത്രത്തിലെത്തി. അവിടുത്തെ കണിയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടെ കണി ഒരുക്കിയിരിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ദേവീ ക്ഷേത്രത്തിലെ കണി നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം പ്രതിഷ്ഠയുടെ മുന്നിലായിരുന്നു നമുക്ക് അവിടെ കണി ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ അവിടെ എടുക്കാൻ പറ്റത്തില്ല. പ്രതിഷ്ഠ നമുക്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പം അതേപോലെ കണിയെല്ലാം ഒരുക്കി വെച്ചത് കണ്ട് പിന്നെ അവിടുത്തെ അമ്പലത്തിലും തൊഴുതതിന് ശേഷം അമ്പലത്തിൻ്റെ വെളിയിൽ വന്നിരുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അമ്മ പൊങ്കാല ഇട്ടിരുന്നേ. നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് അമ്മ പൊങ്കാല ഇട്ടിരുന്നു കേട്ടോ. ദേവീ ക്ഷേത്രത്തിൽ പൊങ്കാല ഇട്ട് അങ്ങനെ പൊങ്കാലയും കൊണ്ടുവന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള റീൽസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. കുറച്ച് റീൽസൊക്കെ എടുത്ത് പാട്ടൊക്കെ ഇട്ടിട്ടുള്ള റീൽസാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെല്ലാവരും കാണുക. 2 ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വിശേഷം കൂടെ പറയട്ടെ. ഈ വിഷുക്കോടി എനിക്ക് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട മിനിയമ്മയാണ് കേട്ടോ. അമൃതവർഷിണി മിനിയമ്മയാണ് എനിക്ക് വിഷുക്കോടി അയച്ചു തന്നത് ഈ വർഷത്തെ.
അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു മിനിയമ്മ. അടിപൊളി സാരിയായിരുന്നു. വളരെ വളരെ അധികം സന്തോഷമുണ്ട്. അപ്പോൾ ചിത്രയുടെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു, താങ്ക് യു.